പക്ഷേ എൻ്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പ്രൊഫസറിൻ്റെ മകൾ ഒരു ഫെയിലിയർ ആണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു തുടങ്ങിയതിൻ്റെ നിരാശ. ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ഒരു ക്രിറ്റിസിസംസ് മേ ബി അയാൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഇൻജെക്ട് ചെയ്ത് വെക്കുന്നതാവും. ഇന്ത്യൻ ഫാമിലീസ് ജീവിക്കുന്നത് തന്നെ നാട്ടുകാർ എന്ത് എപ്പോൾ എങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ടാണ്. ചെറുപ്പം മുതലേ നമ്മളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളതാണ്, അവരൊക്കെ എന്താ പറയാ, നീ ഞങ്ങളെ നാണം കെടുത്തുമല്ലോ. ഒരാളുടെ ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഫാമിലിയുടെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിന് ഒത്തു വരണം എന്നില്ല. എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, കരിയർ അല്ലെങ്കിൽ അവരുടെ ബോഡി റിലേറ്റഡ് ചോയ്സസ് ഒക്കെ വരുമ്പോൾ അപ്പോഴാണ് ഇവർ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ടു തുടങ്ങുന്നത്. ഇയാൾ കൺഫ്യൂസ്ഡ് ആവും. ചില സമയത്ത് അവർക്ക് തന്നെ തോന്നി തുടങ്ങും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. ചില സമയത്ത് ഇതൊരു കുറ്റബോധത്തിലേക്കോ അല്ലെങ്കിൽ നാണക്കേടിലേക്കോ എത്താൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഇവരുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടാവുന്നത്, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന്. ചെറുപ്പം മുതലേ ഈ രീതിയിൽ ജീവിച്ചു വന്ന ഒരാൾക്ക് അതിന് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സഡൻ ചേഞ്ച് ഒന്നും അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ട്രോങ് ബിലീഫാണിത്. അതിനെ മാറ്റിയെടുക്കണമെങ്കിലും കുറേ ടൈം എടുക്കും.